നമുക്കിന്ന് ചെങ്കതളി കായ കൊണ്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനായിട്ടുള്ള ചെങ്കതളി ഇത് കറി വെക്കാനും നല്ലതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കായയാണ്. ചെറുതാക്കി അരിഞ്ഞെടുക്കുക. തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പരിപ്പിലിട്ട് കറി വെക്കാൻ നല്ലതാണ്. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തു. കയ്യിൽ വെച്ച് അരിയുന്ന സമയത്ത് കയ്യിൽ ഈ കായൻ്റെ കറയാവും. അത് കുറച്ച് മെഴുക്ക് കയ്യിലാക്കിയിട്ട് സോപ്പിട്ട് കഴുകിയാൽ മതി, പോവും. ഒരു ചട്ടിയിൽ വെള്ളമൊഴിച്ച് വേവിക്കുക. ചീനച്ചട്ടിയിൽ വെള്ളമൊഴിച്ചിട്ട് ആദ്യം വേവിക്കുക. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വാങ്ങുക. ഉപ്പേരി മെഴുക്ക് പുരട്ടി റെഡിയായി. ഇതേപോലെ കായ കിട്ടിയാൽ ഇതേപോലെ മെഴുക്ക് പുരട്ടി ആക്കിയിട്ട് കഴിക്കുക. ഇതുകൊണ്ട് പരിപ്പ്, തക്കാളി ഒക്കെ ഇട്ടിട്ട് കറി വെക്കാം. ഇത് താള് കറിയാണ്, മുളകുപൊശ. അടിപൊളി കറിയാണ്, ഒഴിച്ച് കറിയാണ്. അത് ഉലുവ, കടുക്, കറിവേപ്പില കൂട്ടി വറവിടുക. ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക.